നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ശാസ്താംപൂവം ആദിവാസി നഗറിലെ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് വാർഡ് 12-ലെ തണൽ കൂട്ടായ്മയുടെ 15ാം വാർഷികവും 75 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഓണക്കോടി വിതരണവും നടത്തി. ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾക്ക് പണം സമാഹരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചൊക്കനയിലുള്ള ശാസ്താംപൂവം ആദിവാസി നഗറിലെ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. ശാസ്താംപൂവത്ത് പ്രവർത്തിക്കുന്ന അംഗൻവാടിയിൽ എല്ലാ മാസവും ആദ്യ ആഴ്ചയിൽ തന്നെ റേഷനിംഗ് ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ സഹകരണത്തോടെ 100ഓളം കുടുംബങ്ങൾക്ക് അനുവദിക്കപ്പെട്ട 30 കിലോഗ്രാം അരിയും 5 കിലോ ഗോതമ്പ്, ആട്ടയും എത്തിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ തൃശൂർ താലൂക്കിലെ ഒളകര, മണിയൻകിണർ, താമരവെള്ളച്ചാൽ എന്നീ 3 ആദിവാസി നഗറുകളിലെ 123 കുടുംബങ്ങൾക്കും ചാലക്കുടി താലൂക്കിലെ വാച്ചുമരം, കാടാർ, വാച്ചുമരം, മലയർ, തവളക്കുഴിപ്പാറ, ഷോളയാർ, പൊകലപ്പാറ, വാഴച്ചാൽ, മുക്കുംപുഴ, ആനക്കയം, പെരിങ്ങൽകുത്ത്, കള്ളിച്ചിത്ര, നടാംപാടം എന്നീ 11 ആദിവാസി നഗറുകളിലെ 294 കുടുംബങ്ങൾക്കുമായി ജില്ലയിലാകെ 14 ആദിവാസി നഗറുകളിലായി 417 കുടുംബങ്ങൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട വഴി റേഷൻ വിഹിതം നൽകുന്നുണ്ട്. ശാസ്താംപൂവം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വിവിധ പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ സ്വാഗതവും ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസർ സൈമൺ ജോസ് നന്ദിയും അറിയിച്ചു. ചില കുടുംബങ്ങൾക്കും അതുകൊണ്ട് ആ ഭക്ഷ്യധാന്യം വേണ്ട എന്ന നില എത്താനുള്ള സാധ്യതയും ഞങ്ങൾ കാണുകയുണ്ട്. അത്തരം ഒരു സാഹചര്യം കണക്കിലെടുത്താണ് നമ്മുടെ ഗവൺമെന്റ്, പിണറായി സർക്കാർ ആദിവാസി നഗരങ്ങളിലേക്ക് റേഷൻ കട സഞ്ചരിക്കുന്ന കടയാക്കി മാറ്റാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, മല വന്നില്ലെങ്കിൽ അല്ലേ നമ്മൾ അങ്ങനെ പോകുന്നു പറയുന്നത്. ശാസ്താംപൂവം ആദിവാസി നഗരവും തൊട്ടപ്പുറത്തുള്ള ചൊക്കനയുടെ ഭാഗമായിട്ടുള്ള കാരിക്കടവ് നഗരിൽ അവിടെയുള്ള 20ഓളം കുടുംബങ്ങൾ, ഇവിടെ 88ഓളം കുടുംബങ്ങൾ, അങ്ങനെ 110ഓളം വരുന്ന കുടുംബങ്ങൾ. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇവർക്ക് ഇവിടുന്ന് പള്ളിക്കുളയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ മിനിമം ഒരു 500 രൂപയെങ്കിലും ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കൊടകര പഞ്ചായത്ത് വാർഡ് 12-ലെ തണൽ കൂട്ടായ്മയുടെ 15ാം വാർഷികവും 75 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഓണക്കോടി വിതരണവും നടത്തി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മുതിർന്നവരെ ആദരിച്ചു. വാർഡ് മെമ്പർ TV പ്രജിത്ത് അധ്യക്ഷനായി. തണൽ പ്രസിഡന്റ് ബാബു ഐസക് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ഗോപി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ KM ജോർജ് കണക്ക് അവതരിപ്പിച്ചു. കലാഭവൻ രഞ്ജീവ്, MO ഡേവിഡ്, രമാദേവി, KV നാരായണൻ, ലാസർ മുട്ടത്ത്, KD ഇട്ടൂപ്പ് എന്നിവർ സംസാരിച്ചു. തണലിന്റെ 15ാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള യോഗങ്ങളൊക്കെ വളരെ കുറവാണ് നമുക്ക് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കാറ്. ഈ വാർഡില് തണലിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ
പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. നമുക്കെന്നറിയാം, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ജീവിതത്തിന്റെ യമുനവും കൗമാരവും. ആളൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന പൊരുന്നക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെന്ന് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അറിയിച്ചു. പ്രദേശത്തെ നിരവധി വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 2.9 കോടി രൂപ വകയിരുത്തിയാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടിപ്പുഴയുടെ കൂടപ്പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം അവിടെ തന്നെ ശുദ്ധീകരിച്ച് പൊരുന്നക്കുന്നിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന ടാങ്കിലെത്തിച്ച് വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി കൂടപ്പുഴയിൽ പമ്പ് ഹൌസും ജലശുദ്ധീകരണ പ്ലാന്റും സ്ഥാപിക്കും. 12.5 ലക്ഷം ലിറ്റർ ജലം ശേഖരിക്കാൻ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് നിർമ്മിക്കുന്നതെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമൂഹമാധ്യമങ്ങളിൽ ടാങ്ക് നിർമ്മാണം നടക്കുന്നില്ലെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ രതി സുരേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ KB സുനിൽ, ഓമന ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. എത്രയും പെട്ടെന്ന് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് ഇവർ കൂട്ടിച്ചേർത്തു. നമ്മൾ ലളിതമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ തറക്കല്ലിട്ടു. 2 മാസം തികയണുള്ളൂ തറക്കല്ലിട്ടിട്ട്. അപ്പോൾ തറക്കല്ലിട്ടിട്ട് ജനപ്രതിനിധികൾ ഇവിടുന്ന് പോയി എന്നുള്ള രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആ തെറ്റിദ്ധാരണ ആളൂർ പഞ്ചായത്തിൽ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾക്ക് നോക്കിയറിയാലോ, ഇത്രയും നാളുകൾക്കുള്ളിൽ ഇത്രയും പ്രവൃത്തി, ഇത്രയും പണികൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നത്. ഏറ്റവും നന്നായി അതിൻ്റെ കരാറുകാരൻ സത്യസന്ധമായിട്ട് വളരെ വേഗത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്ക് ശുദ്ധജലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്ടർ ടാങ്കാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കേരള സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാളൂർ NS ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ക്യാമ്പ് കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാഖി സുരേഷ്, KN ഭരതൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രവീന്ദ്രൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ വിമൽ കുമാർ, വാർഡ് മെമ്പർമാരായ ഡെയ്സി ഫ്രാൻസിസ്, ലിജി അനിൽകുമാർ, സീമ പത്മനാഭൻ, ഡാലി ജോയ്, ജാക്സൺ വർഗീസ്, ഡോക്ടർ സിനി സി ചന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ GA കാടുകുറ്റി എന്നിവർ സംസാരിച്ചു. NHM ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VR രേഷ്മ, ഡോക്ടർ ഹോമിയോപ്പതി ഡോക്ടർ രഞ്ജിത് പായ്, മെഡിക്കൽ ഓഫീസർ ഹോമിയോപ്പതി. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും സൌജന്യ BP, ഷുഗർ, ഹീമോഗ്ലോബിൻ പരിശോധനകളും യോഗ പരിശീലനവും നടത്തി. മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ, നമ്മൾ 60 വയസ്സിന് മുമ്പ് ആരോഗ്യമുള്ളപ്പോൾ നല്ല രീതിയിലൊക്കെ ജോലി ചെയ്ത് തിരക്ക് പിടിച്ച് നമ്മൾ ഓടും. തിരക്ക് പിടിച്ച ഓട്ടത്തിൻ്റെ ഇടയിൽ നേരായ വെള്ളം വിശ്രമിക്കാനോ നേരായ രീതിയിൽ ഭക്ഷണം വാരി കഴിക്കും. പക്ഷെ അത് അതിൻ്റെ കൃത്യതയോടുകൂടി ആരോഗ്യകരമായ ജീവിതം നയിക്കുന്ന ഒരു ചേർന്നയാണ് നാടിൻ്റെ സമ്പത്ത്. ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും നല്ല രീതിയിൽ കണക്ഷൻ ചെയ്യുന്ന ആശുപത്രി സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ നല്ലൊരു ടീം നമുക്കുണ്ട്. വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരിതമനുഭവിക്കുന്നവർക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾക്ക് പണം സമാഹരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നറുക്കെടുപ്പ് നടത്തി കൂപ്പൺ ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷനായി. തുടർന്നുള്ള സമ്മാനങ്ങൾ KPCC മെമ്പർ ഷോൺ പെല്ലിശ്ശേരി, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VO പൈലപ്പൻ, UDF കൺവീനർ OS ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ്, കൊരട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനേഷ് സെബാസ്റ്റ്യൻ, ജോബി, തങ്കപ്പൻ, ശ്രീലക്ഷ്മി, KSU ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ VR അനന്തു, രാജീവ് വാലപ്പൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ റിൻഡോസ് കണ്ണമ്പുഴ, സച്ചിൻ രാജ്, അരുൺ വർഗീസ് പയ്യപ്പള്ളി, ആശംസ് P ദയാൽ, അരുൺ വർഗീസ് ചാലക്കുടി, ജോമി നാലുകെട്ട്, മണ്ഡലം പ്രസിഡന്റുമാരായ NP പ്രവീൺ, സോനു ജോൺസൺ, സൂരജ് സുകുമാരൻ, ജെയ്ഫൻ മാനാടൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര വഴിയമ്പലം പ്ലാശ്ശേരി
ചുക്രിയാൻ ആന്റണി ഭാര്യ മേഴ്സി നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടക്കും. മക്കൾ ബിൻസി, ബിജു, ആൻസി, മരുമക്കൾ ഷാജു, രാഗി, വത്സൻ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ വീണ്ടും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ശാസ്താംപൂവം ആദിവാസി നഗറിലെ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് വാർഡ് 12-ലെ തണൽ കൂട്ടായ്മയുടെ 15ാം വാർഷികവും 75 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഓണക്കോടി വിതരണവും നടത്തി. ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾക്ക് പണം സമാഹരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മാന കൂപ്പൺ ചലഞ്ച് സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.